അജു മുണ്ടിയാക്കൽ കോൺഗ്രസ് സഹയാത്രികൻ എന്നതിനപ്പുറത്തേക്ക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എന്ന രീതിയിൽ കൂടെ ചോദിക്കട്ടെ. ഈ പറഞ്ഞ പോലെ വലിയ പിന്തുണയുമായി എത്തിയവരൊക്കെ എവിടെ പോയെന്നൊരു ചോദ്യമുണ്ട്. ഇട്ട 3 വീഡിയോയിൽ തനിക്ക് പശ്ചാത്താപമുണ്ട് എന്നാണ് ശ്രീ ജോസ് തോമസ് ഈ ചർച്ച തുടങ്ങുമ്പോൾ പറയുന്നത്. അതിനുശേഷം ലൈവ് ഇട്ട പലരുമുണ്ട്, കമന്റ് ബോക്സ് ഒക്കെ ഓഫാക്കി വെച്ചിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു പശ്ചാത്താപം പ്രകടിപ്പിച്ചു കണ്ടില്ല. ദിവ്യ പറഞ്ഞതുപോലെ അതൊരു സാമ്പത്തിക ലാഭം കൊണ്ട് ചെയ്തതാണോ, അവരെ വിലക്കെടുത്തതാണോ എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട്. ഇവരെയല്ല ടാർഗറ്റ് ചെയ്യേണ്ടത്. ഇങ്ങനെ 6 ദിവസവും ഒരു MLA-ക്ക് ഒളിവിൽ കഴിയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അതിലും ശക്തനായിട്ടുള്ള മറ്റൊരു തണലുണ്ടാകണം എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത്രയും പരാതി കുമിഞ്ഞു കൂടുമ്പോൾ കോൺഗ്രസ് പാർട്ടി ഇത്രയും പ്രതിരോധത്തിലാകുമ്പോൾ എങ്ങനെയാണ് ഒളിച്ചിരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിയുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന്റെ ഉത്തരം എവിടേക്കായിരിക്കും നിൽക്കുക? ഒന്നാമത്തെ കാര്യം, ജോസ് തോമസ് എന്നല്ല, സാമാന്യ ബോധമുള്ള ആർക്കും ആദ്യം തന്നെ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്, ഈ കേസിൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി ഒരു തരത്തിലും ജസ്റ്റിഫയബിൾ അല്ല എന്ന് സാമാന്യ യുക്തിയോടെ നമ്മൾ ചിന്തിച്ചാൽ മനസ്സിലാക്കും. കാരണം ഇയാൾക്കെതിരെ വന്നിരിക്കുന്ന സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, അലിഗേഷൻസ് എല്ലാം പരിശോധിച്ചു കഴിയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തെ നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ മുമ്പ് ഇവിടെ പരാമർശിച്ചതുപോലെ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാർ കൊടുക്കുന്നതിലും അപ്പുറം പ്രൊട്ടക്ഷൻ ചില നടിമാർ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് നമ്മൾ റെലവെന്റ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് നമ്മൾ സത്യം പറഞ്ഞാൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശൻ എന്ന് പറയുന്ന ആൾക്ക് ഒരു വലിയ സല്യൂട്ട് കൊടുക്കണം. കാരണം ഇത്തരത്തിലൊരു അലിഗേഷൻ തങ്ങളുടെ കൂടെയുള്ള ആകെ 10, 21, 22 MLA-മാർ മാത്രമേ UDF-ന്റെ സൈഡിലുള്ളൂ. ആ സമയത്ത് അത്തരത്തിലൊരു MLA-ക്ക് എതിരെ ഒരു അലിഗേഷൻ വരുന്ന സമയത്ത് അയാൾ എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ട്. കാരണം ഒരു ഘട്ടത്തിൽ നമ്മൾ പത്രമാധ്യമങ്ങളിലൊക്കെ കണ്ടതാണ്, ആശാ വർക്കർമാരുടെ സമരത്തിന്റെ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ ചെല്ലുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുന്ന് പോയ ശേഷം മാത്രമാണ് VD സതീശൻ അവിടെ എത്തുന്നത്. അത് ഏത് തരത്തിൽ പിന്നീട് വളച്ചൊടിക്കപ്പെട്ടെങ്കിലും ഏത് തരത്തിൽ പറയപ്പെട്ടെങ്കിലും ഒക്കെ അതായിരുന്നു വസ്തുത. അന്ന് അവിടെ നിന്ന് രാഹുൽ മാങ്കൂട്ടം പോകുന്നതും വരെ അദ്ദേഹം കാത്തിരുന്നു. അപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VD സതീശനെ പോലെ ഒരാള്, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ നേതാവായിട്ടുള്ള VD സതീശനെ പോലെ ഒരാള് പോലും രാഹുൽ മാങ്കൂട്ടവുമായിട്ട് വേദി പങ്കിടുവാനോ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സമയത്ത് കേരളത്തിലെ ചില നടിമാർ എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രൊട്ടക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ കൊടുത്തു എന്ന് നമ്മൾ പരിശോധിക്കണം. കാരണം ഒരു കേസ് വരുന്നോ അല്ലെങ്കിൽ 2 കേസ് വരുന്നോ അല്ലെങ്കിൽ ആരോപണങ്ങൾ വരുന്നു ഒക്കെ രാഷ്ട്രീയത്തിൽ നിൽക്കുന്നവർക്ക് സർവ്വസാധാരണമാണ്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ കേസിൽ ആരോപണങ്ങൾ മാത്രമായിരുന്നില്ല, ചില രീതിയിലുള്ള ഒരുപാട് സ്ഥലത്ത് നിന്ന് വരുന്നു. അതിലൊക്കെ ചില വസ്തുതകൾ ഉണ്ട് എന്ന് സാമാന്യ ബോധത്തോടെ ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യത്തിൽ ഇയാളെ എന്തിന് നടിമാർ പ്രൊട്ടക്ട് ചെയ്തു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. പിന്നെ ഈ പറയുന്ന രീതിയിലുള്ള എനിക്ക് തോന്നുന്നില്ല രാഹുൽ മാങ്കൂട്ടം ഇവിടെ ആരെയും ഫണ്ട് ചെയ്ത് നിർത്തിട്ടോ അല്ലെങ്കിൽ ഇതിന്റെ എല്ലാം ട്രോഫി ഷാഫി പറമ്പിൽ കൊടുക്കുക, അതിന്റെ പുറകിലെ അജണ്ട ഞാൻ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പങ്കെടുത്തപ്പോൾ പറഞ്ഞു, അതിന്റെ പുറകിലെ അജണ്ട എനിക്ക് അറിയില്ല. പക്ഷെ ഇവിടെ രാഹുൽ മാങ്കൂട്ടം ഫണ്ട് ചെയ്യുന്നൊന്നും ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ രാഹുൽ ഈശ്വറിന്റെ ഒക്കെ കാര്യങ്ങൾ, ഈ സമാധിനെ പോലും ന്യായീകരിച്ച വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. ഞാൻ അത്യാവശ്യം മെൻസ് റൈറ്റ് ആക്ടിവിസം പറയുന്ന ഒരാളാണ്. ഇവിടെ പുരുഷന്മാര് അടിച്ചാക്ഷേപിക്കപ്പെടുന്നുണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. ആ ഒരാൾക്ക് പോലും ദഹിക്കാവുന്നതിനപ്പുറമായിട്ടുള്ള ജസ്റ്റിഫിക്കേഷൻ ആണ് ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ നടത്തിക്കൊണ്ടിരുന്നത്. അതേസമയം ഞാൻ എതിർക്കുന്നത് ഇവിടെ ഇപ്പം നടന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഇവിടെ അധ്യാപക കൂടിയായിട്ടുള്ള ദിവ്യ, എനിക്ക് പേര് ദിവ്യ എന്ന് പറയുന്ന ആള് നടത്തിയൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതായത് പുരുഷന്മാർ ചെയ്യുന്നത് മൊത്തം പുരുഷന്മാരുടെ തലയിലും ആരെങ്കിലും ഒരാൾ ചെയ്താൽ, എനിക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെയാണ്, ഒരാൾ ചെയ്താൽ അതിന്റെ ഉത്തരവാദിത്തം പുരുഷ സമൂഹത്തിന് മേലും. നടിമാർ ചെയ്ത 2 നടിമാർ, എന്തുകൊണ്ട്? പുരുഷൻ ചെയ്താൽ, രാഹുൽ മാങ്കൂട്ടം ചെയ്താൽ രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് ഉത്തരവാദി. അതേസമയം മറ്റൊരു വനിത ചെയ്താൽ ആ വനിത മാത്രമാണ് ഉത്തരവാദി. അതൊരു സമൂഹത്തിന്റെ മേൽ അടിച്ചു വെക്കാനായിട്ടുള്ള ശ്രമം ഒരു തരത്തിലും അനുവദിക്കാവുന്നതല്ല. പിന്നെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് രാഹുൽ മാങ്കൂട്ടം ഒരു സാധാരണ MLA മാത്രമായിരുന്നു, ഒരു സെലിബ്രിറ്റി MLA ആയിരുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ കേരളത്തിൽ എല്ലാവർക്കും അറിയാം, പ്രായമായവർ മുതൽ കുഞ്ഞുങ്ങൾ വരെയുള്ള എല്ലാവർക്കും അറിയാം. സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ പറയുന്ന പോലെ റീൽസിലൊക്കെ നിറഞ്ഞാടി നിന്നിരുന്നവരാണ്. അത്തരത്തിലൊരാൾ ഒളിവിൽ പോകുന്നു. ഒളിവിൽ പോയിട്ട് ഇത്ര ദിവസമായിട്ടും പിടിക്കാൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് നമ്പർ 1 പോലീസ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും? കൺമുമ്പിൽ ഉണ്ടായിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പെട്ടെന്ന് എസ്കേപ്പ് ആകുവാനായിട്ടും അയാളെ ഇത്രയും ദിവസമായിട്ട് പിടിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് കേരള പോലീസിന്റെ മിസ്റ്റേക്കാണ്. ആര് പ്രൊട്ടക്ട് ചെയ്താലും പ്രൊട്ടക്ട് ചെയ്തില്ലെങ്കിലും നമ്പർ 1 പോലീസ് എന്ന് പറഞ്ഞു തരുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരാളെ പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയില്ല എങ്കിൽ അത് നിങ്ങളുടെ മിസ്റ്റേക്കാണ്, കേരള പോലീസിന്റെയും ആഭ്യന്തര വകുപ്പിന്റെയും ഒക്കെ മിസ്റ്റേക്കാണ്. അല്ലെങ്കിൽ ഈ പറയുന്ന
കേരള പോലീസിനേക്കാളും കേരളത്തിലെ എൻറ്റയർ സിസ്റ്റത്തെക്കാളും ആഭ്യന്തര വകുപ്പിനേക്കാളും ഒക്കെ മിടുക്കനാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയേണ്ടതായിട്ട് വരും. കാരണം കേരള പോലീസിന്റെ മിസ്റ്റേക്ക് ഉണ്ട്, അതോടൊപ്പം തന്നെ ഈ നടിമാരായാലും രാഹുൽ മാങ്കൂട്ടം ഒക്കെ ആയാലും എന്ത് ബെനിഫിറ്റിന്റെ പേരിലാണെന്ന് പറഞ്ഞാലും ഈ ആളെ ഒന്നും ന്യായീകരിക്കാൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളെ ന്യായീകരിക്കാൻ പറ്റില്ല. കാരണം എൻറ്റയർ പാർട്ടി പോലും, കോൺഗ്രസ് പാർട്ടി നിങ്ങൾ നോക്കൂ, ആദ്യം തൊട്ട് ആ പാർട്ടി ആ നിമിഷം തൊട്ട് ഇയാളെ എതിർത്ത് പറയുകയാണ്, ഇയാളെ ഒപ്പോസ് ചെയ്യാണ്. ഓരോ കാര്യങ്ങളും നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ആദ്യം ഈ സ്റ്റേറ്റ്മെന്റ് വേണ്ട സമയത്ത് തള്ളി പറയുന്നു, വി ഡി സതീശൻ അടക്കമുള്ളത് സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് എടുക്കുന്നു. എന്ത് റീസൺ കൊണ്ടായാലും, വാട്ട് എവർ, ഏത് റീസൺ ആയാലും. അല്ല അജു, അതിലൊരു തിരുത്തുണ്ട് അജു, അതിലൊരു തിരുത്തുണ്ട്. കൂടിയാലോചിച്ച് എന്ത് നടപടി ഇനി എടുക്കും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത്. അത് ഇന്നാണ് പറയുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഞങ്ങൾ ആവശ്യത്തിൽ കൂടുതൽ നടപടി എടുത്തില്ല എന്നാണ് ചോദിച്ചത്. ഇന്ന് പറയാണ് കൂടിയാലോചിച്ച് ഇനി എന്ത് നടപടി എടുക്കുമെന്ന് ആലോചിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പാർട്ടി എല്ലാം ചെയ്തു എന്നാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചോട്ടെ, കേരള രാഷ്ട്രീയത്തിൽ ഇതുവരെ ഇപ്പം നിയമസഭയിൽ ഇരിക്കുന്ന മറ്റു പല പാർട്ടികളിലും, ഇപ്പൊ കോൺഗ്രസ് പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്നു, മറ്റു പല പാർട്ടികളിലും നിയമസഭയിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് എതിരെ അടക്കം ആരോപണം വന്നിട്ടുണ്ട്. അപ്പോ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം വന്ന് ഒന്നാമത്തെയോ രണ്ടാമത്തെ ദിവസം അയാൾക്കെതിരെ സസ്പെൻഷൻ എന്ന് പറയുന്ന ഒരു നടപടി എടുക്കുകയാണ്. കേരളത്തിലെ വേറെ ഏത് പാർട്ടി എടുത്തിട്ടുണ്ട്? അജു, ഈ 6 ദിവസം MLA ആണ്, ഈ പറഞ്ഞ പോലെ സെലിബ്രിറ്റി MLA ആണ്. ഈ സെലിബ്രിറ്റി MLA 6 ദിവസം ഒളിവിൽ എങ്ങനെയാണ് കഴിയുന്നത്? തൻവീറാമോ, സീമാജി നായരോ, അനുശ്രീയൊക്കെ സഹായിച്ചുകൊണ്ട് ഇത്രയേറെ കേരള പോലീസിനെ വെട്ടിച്ചുകൊണ്ട് കഴിയാൻ പറ്റുമോ രാഹുൽ മാങ്കൂട്ടത്തിന്? ഈ സെലിബ്രിറ്റി MLAക്ക് മറ്റ് സെലിബ്രിറ്റി രാഷ്ട്രീയ സുഹൃത്തുക്കളില്ലേ? സെലിബ്രിറ്റി രാഷ്ട്രീയ സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവരതിന് ഉത്തരവാദിത്തം പറയണം. പക്ഷെ കോൺഗ്രസ് പാർട്ടി പറഞ്ഞിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ടുള്ള ഷാഫി പറമ്പിൽ പോലും ഒരു ഘട്ടത്തിലും ഇയാളെ ന്യായീകരിച്ചിട്ടില്ല. അപ്പൊ കോൺഗ്രസ് പാർട്ടി തള്ളി പറഞ്ഞിട്ടുമില്ല, ന്യായീകരിച്ചിട്ടുമില്ല, തള്ളി പറഞ്ഞിട്ടുമില്ല, ഇപ്പോഴും തള്ളി പറഞ്ഞിട്ടുമില്ല, ന്യായീകരിച്ചിട്ടുമില്ല. അതൊരു ഡിപ്ലോമാറ്റിക് വേയിനപ്പുറത്തേക്ക് ഷാഫി പറമ്പിൽ ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഒന്ന് പരിശോധിച്ച് നോക്കണം. ഷാഫി പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, അതായത് അയാളുടെ കാര്യം നോക്കിക്കോളും എന്നാ പറഞ്ഞു. അതായത് കോൺഗ്രസ് പാർട്ടി ഈസ് നോട്ട് റെസ്പോൺസിബിൾ ഫോർ എനിത്തിങ് റിലേറ്റഡ് ടു രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് ക്ലിയർ ആയിട്ട് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ കൂടെ ഷാഫി പറമ്പിൽ പറഞ്ഞിരിക്കുന്നത്. പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ നടപടികളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. കോൺഗ്രസ് പാർട്ടി ഫസ്റ്റ് ഈ കേസിനെ നമ്മൾ സെക്കൻഡ് ഫേസിലോട്ട് ഇപ്പം കയറുകയാണ്. ഈ ആങ്കറായിട്ടുള്ള അവരിലേക്ക് അറിയാവുന്ന പോലെ ഈ കേസിന്റെ ആദ്യഘട്ടം മുതൽ രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിക്കെതിരായിട്ട് ഒരു സ്റ്റാൻഡ് സ്വീകരിച്ച ആളാണ്. അതായത് ഞാൻ ഈ പറയുന്ന മെൻസ് റൈറ്റ് ആക്ടിവിസത്തിന് വേണ്ടി നിൽക്കുമ്പോൾ പോലും ഞാൻ രാഹുൽ മാങ്കൂട്ടം ഈ കാണിച്ചത് കൊള്ളരുതായ്മയ്ക്കെതിരെ നിൽക്കുന്നതാണ്. പക്ഷെ നമ്മൾ കോൺഗ്രസ് പാർട്ടിയുടെ ഈ കേസിലെ അപ്രോച്ച് അല്ല അജു, അതൊക്കെ ശ്രമിച്ചാലും അജു, അതിനകത്തൊരു ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യം, വളരെ സിമ്പിൾ ഒരു ലോജിക്ക്. കേരളത്തിൽ എന്ത് ഉപതെരഞ്ഞെടുപ്പ് നടന്നാലും അവിടെ സ്ഥാനാർത്ഥിയാവുക ആ മുൻ കാൻഡിഡേറ്റ് ആയിരുന്ന അല്ലെങ്കിൽ ആ സ്ഥാനത്തുണ്ടായിരുന്നവരുടെ മകനോ മകളോ ഭാര്യയോ ഒക്കെ ആണല്ലോ. അങ്ങനെ അല്ലാത്ത ഒരു ചരിത്രം ഉണ്ടായത് പാലക്കാടാണ്. ഷാഫി പറമ്പിലിന് പകരം ഷാഫി പറമ്പിലിന്റെ വളരെ ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടെ വരികയും ആ പ്രചാരണം മുഴുവൻ എങ്ങനെയാണ് നടന്നതെന്ന് കേരളം മുഴുവൻ കാണുകയും ചെയ്തതാണ്. ഇപ്പോഴീ പറഞ്ഞതുപോലെ തള്ളി പറഞ്ഞിട്ടുണ്ട് എന്ന് അജു വ്യാഖ്യാനിക്കുന്നതാണ്. ഷാഫി തള്ളി പറഞ്ഞിരിക്കുന്നതല്ല, അയാളുടെ കാര്യം നോക്കുന്നത് വളരെ സേഫർ സോണിൽ നിന്നുള്ള മറുപടിയാണ് പറയുന്നത്. 6 ദിവസം ഒരു MLAക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്നത് രാഷ്ട്രീയ സ്വാധീനമല്ലാതെ പിന്നെ ഏത് ബലത്തിലായിരിക്കും? സിനിമാക്കാർ വിചാരിച്ചാലാണോ ഇങ്ങനെ ഒളിപ്പിച്ചു നിർത്താൻ കഴിയുക? 6 ദിവസം ഷാഫി പറമ്പിൽ പിന്തുണച്ചിട്ടുണ്ടെന്നാണോ പറയുന്നത്? തൻവീറാമോ, അനുശ്രീയോ അല്ലെങ്കിൽ സീമാജി നായരോ പിന്തുണച്ചിട്ടായിരിക്കുമോ ഇപ്പോൾ ഒളിവ് കഴിയുന്നുണ്ടാവുക? തൻവീര വണ്ടിയും കൊണ്ട് പോയി എന്ന ആരോപണം നടക്കുന്നത് എത്രമാത്രം ശരിയുണ്ട് എന്ന് എനിക്കറിയില്ല, ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇയാൾ എന്ത് കാണിച്ചാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഇദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുന്നത് ഷാഫി പറമ്പിലേക്ക് പോകുന്നത് ശരിയല്ലല്ലോ. ഷാഫി പറമ്പിൽ ഇതിൽ ഡയറക്ട്ലി ഇതുവരെ ഇൻവോൾവ് ആയിട്ടില്ല. ഷാഫി പറമ്പിൽ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തില്ല. അജു, CPM-കാരാണ് ഇനിയിപ്പോ രാഹുലിനെ ഒളിവിൽ കഴിയാൻ സഹായം കൊടുക്കുന്നതെന്ന് പറയില്ലല്ലോ അല്ലെ? അത്തരത്തിൽ ഞാൻ പറയുന്നില്ല. പക്ഷെ ഞാൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താണ്, കേരള പോലീസിൽ കഴിവില്ലാത്തൊന്നും പിടിക്കുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. രാഹുൽ മാങ്കൂട്ടം ഒളിച്ചു താമസിക്കുന്നതിന്റെ റെസ്പോൺസിബിലിറ്റി ഷാഫി പറമ്പിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടം മാറി നിന്നാൽ അതിന്റെ റെസ്പോൺസിബിലിറ്റി ഷാഫി പറമ്പിലേക്ക് പോകുന്നു. രാഹുൽ മാങ്കൂട്ടം എന്ത് കൊള്ളരുതായ്മ കാണിച്ചാലും അതിന്റെ റെസ്പോൺസിബിലിറ്റി ഷാഫി പറമ്പിലേക്ക് പോകുന്നു. അത് അംഗീകരിക്കാവുന്ന കാര്യമല്ല. പിന്നെ മുമ്പ് ഇവിടെ പറഞ്ഞ പോലെ എത്തരത്തിലാണ് പാലക്കാട് രാഹുൽ മാങ്കൂട്ടം മത്സരിക്കുന്നത്? പാലക്കാട് മത്സരിച്ച് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി പാലക്കാട്
അല്ല, പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള സീറ്റ് തൊട്ട് ഈ രാഹുലിന്റെ ബാക്കപ്പ് എന്താണ്? വി.ഡി. സതീശൻ വരെ തള്ളിക്കളഞ്ഞ സ്ഥിതിക്ക് എന്താണ് പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബാക്കപ്പ്? നിങ്ങൾ തന്നെ ഒന്ന് പറയൂ. ഈ രീതിയിൽ പോസ്റ്റ് ഇടുന്നവരെ ആക്രമിക്കാൻ, സൈബർ കടന്നലുകളെ ഇറക്കാനും, ഈ രീതിയിൽ ഒളിച്ചിരിക്കാനും, ഒളിവിലിരുന്ന് കോടതിയിലെത്തി തെളിവ് കൊടുക്കാനും കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ 6 ദിവസം ഒരു എംഎൽഎക്ക് ഒളിച്ചിരിക്കാൻ കഴിയുന്നത് എന്ത് ബാക്കപ്പിലാണ് പിന്നെ? അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ അയാളെ എടുത്ത് ചൂണ്ടി വെളിയിൽ കാണിക്കാനുള്ള ചങ്കൂറ്റം കേരള പോലീസ് കാണിക്കണം. അത്തരത്തിൽ ചങ്കൂറ്റം കേരള പോലീസ് കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? അല്ലാതെ ഷാഫി പറമ്പിലിനെ എല്ലാത്തിനും ബ്ലെയിം ചെയ്യുന്നതിന് പകരം ആരാണോ ഒളിപ്പിക്കുന്നത് അയാളെ എടുത്തു കാണിക്കണമെന്നേ. നമ്മൾ ആരോപണങ്ങൾ പറയുന്നതിന് പകരം, അല്ലെങ്കിൽ ഈ ചുമ്മാ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം ഷാഫി പറമ്പിലെ റെസ്പോൺസിബിലിറ്റി എടുത്ത് വെളിയിൽ കാണിക്കണം. ചുമ്മാ ഷാഫി പറമ്പിലിനെ വിമർശിച്ചിട്ട് കാര്യമില്ലോ. കേരള പോലീസ് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന സംവിധാനമല്ലേ? ഇയാളെ പിടിക്കാത്ത രീതിയിൽ ഷാഫി പറമ്പിൽ അങ്ങ് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അല്ല, വളരെ രാഷ്ട്രീയപരമായിട്ട് അജു, ഒറ്റ ചോദ്യം. രാഹുൽ എത്ര ദിവസം ഒളിവിൽ കഴിയുമ്പോൾ അത് കേരള പോലീസിനല്ല, അത് പ്രതിരോധത്തിലാക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിയാണെന്ന് താങ്കൾക്ക് മനസ്സിലാകാൻ സാധിക്കണോ? അതാണ് എനിക്ക് വേണ്ടത്. അപ്പോ രാഹുൽ മാങ്കൂട്ടം പിടിക്കാതിരിക്കപ്പെടുന്ന സത്യത്തിൽ അപകടം ചെയ്യുന്ന ആർക്കാണ്? കോൺഗ്രസിനാണ്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകില്ല. ഒരു കോൺഗ്രസ് നേതാവും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാൻ പറയില്ല. കാരണം ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള, ഏറ്റവും ബുദ്ധിശൂന്യമായിട്ടുള്ള തീരുമാനമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകാൻ. ഷാഫി പറമ്പിലിനെ പോലെ ഇത്രയേറെ ബുദ്ധിയുള്ള, അല്ലെങ്കിൽ ഇത്രയേറെ നല്ല രീതിയിൽ ചിന്തിച്ച് പൊളിറ്റിക്സിൽ മുന്നോട്ട് പോകുന്ന ഒരു ലീഡർ ഒരിക്കലും ഇയാളോട് ഒളിവിൽ പോകാൻ പറയില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാ നേതാക്കന്മാർക്കും വേണ്ടി അത്ര അടച്ച് മുൻകൂർ ജാമ്യം ഒന്നും എടുക്കണ്ട. KPCC ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർക്കെതിരെ കേസുണ്ട്, അറിയാലോ. അടച്ച എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടി മുൻകൂർ ജാമ്യം എടുക്കൊന്നും വേണ്ട ഈ വിഷയത്തിനകത്ത്. അതല്ല കഥ. അല്ല, ഈ പറഞ്ഞ വ്യക്തികളുടെ സ്റ്റാൻഡ് എടുക്കുന്നു. അതായത് കോൺഗ്രസ് പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇയാളെ ഏറ്റെടുത്തിട്ടില്ല. ഇയാളെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തിയിരിക്കുകയാണ്. ഇതിനകത്ത് ബെസ്റ്റ് കാര്യം പറഞ്ഞു, ഇന്നലെ ചാണ്ടി ഉമ്മൻ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ കേൾക്കാനായി. അയാളെ പറ്റി സംസാരിക്കേണ്ട കാര്യം തന്നെ ഇല്ല. അയാൾ കോൺഗ്രസ് പാർട്ടി നിലവിലില്ല. പിന്നെ ഏതെങ്കിലും വ്യക്തികളൊക്കെ അയാളെ ഡിഫെൻഡ് ചെയ്യുന്ന ആ വ്യക്തികളുടെ കാര്യമാണ് ഈ പറഞ്ഞ. എനിക്ക് ഈ സന്ദീപ് വാര്യരായ പോലും കോൺഗ്രസിന്റെ MLA ആണ്, അതിന് വ്യക്തിപരമായിട്ടുള്ള നേതാക്കന്മാരുടെ അഭിപ്രായമാണ്. അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. അത് ജനങ്ങൾക്ക് കൂടി ധരിക്കണം. ഇതിന്റെ ഫുള്ള് ബ്ലെയിം ഷാഫിയുടെ കൊടുക്കാൻ ശ്രമിക്കുന്ന കാര്യത്തിലാണ് ഞാൻ അപ്രോച്ച്. ഇയാളെ പിടിക്കാൻ സാധിക്കില്ല, കേരള പോലീസിന്റെ കഴിവുകളാണ്. ഞാൻ തിരികെത്താം ശ്രീ ജോസ് തോമസ്.